എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. സുചിത്ര ബാബുവാണ് സുജീസ് വേൾഡിൽ നിന്നും. ഞാനൊരു കൃഷ്ണഭക്തയാണ്. ഞാൻ എഴുതുന്ന രചനകളിലേറെയും കൃഷ്ണൻ്റെ കീർത്തനങ്ങളാണ്. അവ ഒന്ന് സ്വന്തമായി ഈണമിട്ട് ചൊല്ലിയിടുക എന്ന ഉദ്ദേശത്തിൽ തന്നെയാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയതും. അപ്പോൾ ഗുരുവായൂർ ഏകാദശി എന്ന ഈണത്തിൽ ഞാൻ രചിച്ച ഒരു കീർത്തനമാണ്. ഞാനൊരു ഗായികയല്ല, അതിൻ്റേതായ പോരായ്മകൾ അതിലുണ്ടാവും. നിങ്ങൾ ക്ഷമിക്കുക, ഒന്ന് കേട്ടു നോക്കൂ. ഗുരുവായൂരെത്താനും കഴിയില്ലെന്നാലും കാണുന്നു ഞാനുള്ളിൽ കാരുണ്യരൂപം, നിൻ കാരുണ്യരൂപം. ഒരു സന്ധ്യയിൽ ഞാൻ വന്നു നിന്നോടെ മുന്നിൽ, വഴികാട്ടിയായി നീ എന്നോടെ മുന്നിൽ. കണ്ടല്ലോ കണ്ണാ ഞാൻ കൺകളാൽ നിന്നെ, ഗുരുവായൂരപ്പ നിൻ കൈശോരരൂപം, നിൻ കൈശോരരൂപം. ഗുരുവായൂരെത്താനും കഴിയില്ലെന്നാലും കാണുന്നു ഞാനുള്ളിൽ കാരുണ്യരൂപം, നിൻ കാരുണ്യരൂപം. തിരുമുന്നിൽ ഞാൻ നിന്നു അഴലുമായി കണ്ണാ, അവയൊന്നും കണ്ടില്ല നീ എന്നെ കണ്ടു. ആനപ്പുറമേറി നീ നിൽപ്പായിരുന്നു, കളിയായി നീ അപ്പോൾ പുഞ്ചിരി തൂകി, നിൻ പുഞ്ചിരിയേകി. ഗുരുവായൂരെത്താനും കഴിയില്ലെന്നാലും കാണുന്നു ഞാനുള്ളിൽ കാരുണ്യരൂപം, നിൻ കാരുണ്യരൂപം. ആരാവിൽ നീ എൻ്റെ കൂടെയിരുന്നു, കൃഷ്ണാട്ടം കളി കണ്ടു കഥ ചൊല്ലിത്തന്നു. അറിയുന്നു കണ്ണാ അത് നീയായിരുന്നു, ഗുരുവായൂരപ്പ നിൻ കനിവായിരുന്നു, നിൻ അലിവായിരുന്നു. ഗുരുവായൂരെത്താനും കഴിയില്ലെന്നാലും കാണുന്നു ഞാനുള്ളിൽ കാരുണ്യരൂപം, നിൻ കാരുണ്യരൂപം. നാലമ്പലമുറ്റത്തെന്നാഗ്രഹമെല്ലാം സാധിച്ചു നീ എന്നെ കൊണ്ടു നടന്നു. അറിയുന്നു കണ്ണാ നീ എന്നോടെ ഉള്ളിൽ അറിവായി നിറയുന്നു. നാരായണരൂപം തവ നാരായണരൂപം. ഗുരുവായൂരെത്താനും കഴിയില്ലെന്നാലും കാണുന്നു ഞാനുള്ളിൽ കാരുണ്യരൂപം, നിൻ കാരുണ്യരൂപം. ഈ സന്ധ്യയിൽ ഞാൻ നിന്നെ കാണുന്നു കണ്ണാ, പവനപൂരി എൻ്റെ ഉള്ളിൽ നിറഞ്ഞു, കണ്ണിൽ നിറഞ്ഞോരാ കൈവൽ രൂപം. ഉള്ളിൽ തെളിയുന്നു ജന്മാന്തര പുണ്യം, കണ്ണാ നീയാണെൻ പുണ്യം, നീയാണെൻ പുണ്യം.